ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിറം കുറവുള്ള ഒരു സ്കിൻ ടോണ് നമുക്കൊരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള നാച്ചുറൽ ക്രീമിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. കറുപ്പ് എന്ന് പറയുന്നത് ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും നല്ല ഷൈനിങ് ആയി നമ്മുടെ ഫേസിൽ യാതൊരു വിധത്തിലുള്ള ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. നമ്മളിൽ ചിലരെങ്കിലും ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ, അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കേട്ടോ, ആ പോകുന്ന ഭാഗത്ത് ചില ആൾക്കാർ നല്ല ഫെയർ ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്തുകൊണ്ട് അവരെ പോലെ നമുക്കാവാൻ പറ്റുന്നില്ല, അവരെ പോലെ എന്തുകൊണ്ട് ഫെയർ ആവുന്നില്ല അല്ലെങ്കിൽ ഗ്ലോയിങ് ആവുന്നില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും കേട്ടോ. അത് നമ്മൾ എത്രയൊക്കെ കറുപ്പ് ഭംഗിയാണെന്ന് പറഞ്ഞാൽ കൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഒരാഗ്രഹം ഉണ്ടാവും, നമുക്കൊരു 2-3 ഷെയ്ഡ്, ഒത്തിരി ഒന്നും വേണ്ട, നമുക്കൊരു 2-3 ഷെയ്ഡ് നമ്മുടെ സ്കിൻ ടോണൊന്ന് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരണം എന്നുള്ളത് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് കേട്ടോ, മിക്ക ആൾക്കാർക്കും തോന്നുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു റെമഡി നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രീം ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഫേസിൽ പാടുകളോ ചുളിവുകളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുന്ന ഒരു ക്ലിയർ സ്കിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഗൈസ്, നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് 2 തരത്തിലുള്ള ഓയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരെണ്ണം പപ്പായയുടെ ഓയിലും മറ്റൊരെണ്ണം ക്യാരറ്റിൻ്റെ ഓയിലാണ്. അപ്പോൾ ഈ 2 ഓയിലിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് ബീസ് വാക്സ് ആണ്. ബീസ് വാക്സ് നമുക്ക് 2 തരത്തിലാണ് കിട്ടുന്നത്. ഒന്ന് യെല്ലോ കളറും മറ്റൊരെണ്ണം വൈറ്റ് കളറുമാണ്. യെല്ലോ കളർ പറയുമ്പോൾ റീഫൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനകത്ത് ചെറിയ രീതിക്ക് പൊടിയും മറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ റീഫൈൻഡ് ചെയ്ത ബീസ് വാക്സ് എന്ന് പറയുമ്പോൾ വൈറ്റ് കളർ ആയിരിക്കും, അതിനകത്ത് ഈ പറഞ്ഞ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടും ഏതാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും നല്ലതാണ്. ഒന്ന് റീഫൈൻഡ് ചെയ്തതും ഒന്ന് റീഫൈൻഡ് ചെയ്യാത്തതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിലുള്ള ബീസ് വാക്സ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ബീസ് വാക്സ് വെച്ചിട്ടാണ് ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 ഗ്രാമാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ യെല്ലോഷ് കളർ ബീസ് വാക്സ് എടുക്കുന്നില്ല, അതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ, എങ്ങനെയായാലും പ്രശ്നമല്ല. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഗ്രാമോളം ഈ ഒരു ബീസ് വാക്സ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ എടുക്കണം. ഓയിൽ നമ്മൾ ഈ ഒരു ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബീസ് വാക്സിൻ്റെ ഇരട്ടി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു 20 ഗ്രാം, 10 ഗ്രാം ബീസ് വാക്സ് ആണെങ്കിൽ 20 ഗ്രാം നമുക്ക് ഈ ഒരു ഓയിൽ മിക്സ് ചെയ്തെടുക്കാം. 10 ഗ്രാം പപ്പായയുടെ ഓയിലും 10 ഗ്രാം നമ്മുടെ ക്യാരറ്റ് ഓയിലും അങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് 20 ഗ്രാം ഓയിൽ, ടോട്ടൽ 30 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതല്ല ഈ ഒരു ക്രീം വന്നിട്ട് നമുക്ക് കുറച്ച് ലോഷൻ ടൈപ്പ് ആയിട്ട് വേണം, നമുക്കിത് ബോഡിയിലേക്കും അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എണ്ണയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഒരു 20 ഗ്രാം എന്നുള്ളത് ഒരു 30 അല്ലെങ്കിൽ 35 ഗ്രാം നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ആ ഒരു ക്രീം കിട്ടും. അപ്പോൾ ഞാൻ ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് 10 ഗ്രാം ബീസ് വാക്സും 20 ഗ്രാം നമ്മുടെ ഈ ഒരു ക്യാരറ്റും പപ്പായയുടെ ഓയിലും കൂടി ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മീതെ ഇതുപോലത്തെ ഒരു പറന്ന പ്ലേറ്റും കൂടി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബൗൾ ഉണ്ടെങ്കിൽ ബൗളിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിങ് ആക്കി എടുക്കണം നമുക്കിത് കഴിഞ്ഞതിന് ശേഷം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പറന്ന പാത്രം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പറന്ന പാത്രത്തിനകത്തേക്കാണ് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് വെള്ളം നന്നായിട്ട് അങ്ങ് ചൂടാക്കുക. ചൂടായി വന്നതിന് ശേഷം അതിന് മീതെ ഈ ഒരു പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു കൂട്ട് മെൽറ്റായിട്ട് വന്നോളും. ഈ ഒരു ബീസ് വാക്സ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. നമുക്കിത് കംപ്ലീറ്റ് മെൽറ്റായി വന്നതിന് ശേഷം തണുക്കാനായിട്ട് സമയം കൊടുക്കാം. ഒത്തിരി നേരമൊന്നും ആവില്ല, ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തണുത്ത് വരും. ഇനി അതല്ല നമുക്ക് പെട്ടെന്ന് തണുത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് സമയം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെയാണ് വെക്കുന്നത്, ഫ്രീസറിലൊന്നും സെറ്റാക്കാൻ വെക്കുന്നില്ല. പുറത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പ്ലേറ്റിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ അതൊന്ന് ഹാർഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അങ്ങ് തണുക്കാനായിട്ട് സമയം കൊടുക്കുന്നില്ല. ഏകദേശം ഒരു 1/4 ആ ഒരു രീതിക്ക് ആവുന്ന സമയത്ത് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മാഷ് ചെയ്ത് നമുക്ക് ആ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഹാർഡ് ആവാനായിട്ട് സമയം കൊടുക്കേണ്ട, ഒരു പകുതി 1/4 ആ സമയമാകുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സാക്കി നല്ലവണ്ണം മിക്സാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു 3 മാസം വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. മാക്സിമം കൈയിടാതെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണത്തേക്ക് മാത്രം കൈയിട്ട് ഉപയോഗിക്കാം.
നമ്മൾ ആ ഒരു കൈ ഉപയോഗിച്ചിട്ട് വീണ്ടും ഫേസിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ആ കൈ തന്നെ ആ ഒരു ബോട്ടിനകത്തേക്ക് ഡിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെ പ്രത്യേകം നമ്മൾ ആ രീതിക്ക് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 3 മാസം വരെ അല്ലെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ നമുക്കിത് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ്. ഡ്രൈ സ്കിന്നുകാർ തീർച്ചയായിട്ടും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഓയിൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഓയിൽ 1 സ്പൂൺ എടുക്കുന്നുണ്ട്, കുഞ്ഞു സ്പൂൺ 1 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ പപ്പായയുടെ ഓയിലും 1 സ്പൂൺ, കുഞ്ഞു സ്പൂണിൽ 1 സ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ആ ഒരു ഓയിൽ മിക്സ് ആക്കുക. മിക്സ് ആക്കി വന്നതിന് ശേഷം നമുക്കിവിടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ചേർത്തിട്ടുള്ള നോർമൽ ആലോവേര ജെല്ല് 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് നിങ്ങൾ ഓയിൽ ചേർക്കുന്ന ആ ഒരു ക്യാരറ്റ് ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പപ്പായയുടെ ഓയിൽ ആയിക്കോട്ടെ ആമണ്ട് ഓയിൽ ചെയ്ത ഓയിലായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആമണ്ട് ഓയിൽ നിങ്ങൾക്ക് ഓയിൽ സ്കിന്നുകാർക്ക് സൂട്ടാണോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും പോയി എടുത്ത് ഉടനെ പോയി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സൂട്ടാണെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതല്ലാതെ നിങ്ങൾക്ക് വേറെയും ഒത്തിരി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുകാർക്കും പറ്റിയിട്ടുള്ള ക്രീമാണിത്. അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ രീതിക്ക് വേണം നിങ്ങൾ ഫോളോ ചെയ്ത് വരാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന ടൈമൊന്നുമില്ല, നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പകൽ സമയങ്ങളാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഫേസിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയും അതുപോലെ തന്നെ ആ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.